മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിൽ CPM എന്ന വിപ്ലവ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കുടുംബാധിപത്യ പാർട്ടിയായി അധപ്പതിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഏറെക്കാലമായി പുറത്തു വരുന്നത്. പിണറായിയുടെ ആശ്രിതരായി നിലകൊള്ളുന്ന നേതാക്കൾക്ക് മാത്രമാണ് പാർട്ടിക്കുള്ളിലും ഭരണതലത്തിലും നിർണായക പദവികൾ ലഭിക്കുന്നത്. ഈ പരിഗണനകളുടെ ആനുകൂല്യത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ വരെ എത്തിയ നേതാവാണ് വിജയരാഘവൻ. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ പിൻഗാമിയായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്റർ പിണറായിയുടെ വിശ്വസ്ത വിധേയനാണ്. പിണറായി വിജയൻ ആടിക്കളിക്കട കുഞ്ഞിരാമ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അനുസരിക്കുന്ന നേതാവാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവൻ പിണറായിയുടെ വിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബിന്ദുവിന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവസരം പിണറായിയും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും നൽകിയത്. ആദ്യമായി നിയമസഭയിലെത്തിയ ബിന്ദുവിന് വലിയ പരിഗണന നൽകി പാർട്ടിയുടെ സീനിയർ വനിതാ നേതാക്കളെ, അതായത് ഇവരെക്കാൾ പ്രവർത്തന പാരമ്പര്യവും പാർലമെൻ്ററി പരിജ്ഞാനവുമുള്ള നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഏറ്റവും നിർണായകമായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി നൽകി മന്ത്രിസഭയിൽ പിണറായി ഇടം നൽകിയത്. അതുപോലെ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഗോവിന്ദൻ മത്സരരംഗത്തുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും CPMൻ്റെ അണികളെയും സാധാരണ പ്രവർത്തകരെയും പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഗോവിന്ദൻ്റെ പകരക്കാരിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ PK ശ്യാമളയെ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ തളിപ്പറമ്പിൽ നിന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാനുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. യഥാർത്ഥത്തിൽ ഇത് പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും തീരുമാനം തന്നെയാണ്. പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെയും ജില്ലാ ഘടകത്തിൻ്റെയും പോലും എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. ഇത്തരമൊരു തീരുമാനം പാർട്ടി അണികളെ നിരാശപ്പെടുത്തുന്നത് വെറുതെയല്ല. കാരണം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോഴെല്ലാം CPMൻ്റെ ഈ വനിതാ നേതാവ് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് സമ്മാനിച്ചിട്ടുള്ളത്. PK ശ്യാമള ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന വേളയിലാണ് അവരുടെ രാഷ്ട്രീയ വൈരാഗ്യത്തിനിരയായി സാജൻ എന്ന പ്രവാസി വ്യവസായി ജീവനൊടുക്കിയത്. ഈ സംഭവം ഉൾപ്പെടെ കേരളത്തിന് മുന്നിൽ CPMൻ്റെ തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയപ്പോഴാണ് നിർണായകമായി ഈ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ്റെ പകരക്കാരിയായി ശ്യാമളയെ മത്സരിപ്പിക്കുവാൻ പിണറായി വിജയൻ തീരുമാനമെടുത്തത്. ഇതിലെല്ലാം അപ്പുറം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മകളുടെ രണ്ടാം ഭർത്താവായ മുഹമ്മദ് റിയാസിന് കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത സീറ്റിൽ നിന്ന് മത്സരിക്കുവാൻ അവസരം നൽകിയതും പിന്നീട് വിജയിച്ചു വന്നപ്പോൾ ഏറ്റവും നിർണായകമായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ നൽകി തൻ്റെ പിൻഗാമിയായി തൻ്റെ പിന്നിലെ രണ്ടാമനായി മന്ത്രിസഭയിൽ പ്രതിഷ്ഠിച്ചതും പിണറായിയുടെ കുടുംബാധിപത്യ മനോഭാവത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പിണറായിയെ ചോദ്യം ചെയ്യുവാൻ കെൽപ്പുള്ള നേതാക്കളൊന്നും CPMൽ ഇന്ന് അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് കേരളത്തിൽ മാത്രമല്ല കേന്ദ്ര തലത്തിലും ഇല്ല എന്നതാണ് വസ്തുത. പിണറായിയെ ചോദ്യം ചെയ്യുവാൻ കെൽപ്പുണ്ടായിരുന്ന നേതാക്കളായ സുധാകരനും സുരേഷ് കുറുപ്പും തോമസ് ഐസക്കും അതുപോലെ തന്നെ PK ശശിയുമെല്ലാം ഒന്നെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട സാഹചര്യം അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പടി കൂടി കടന്ന് കുടുംബാധിപത്യത്തിൻ്റെ ഏറ്റവും മാരകമായ വേർഷൻ പിണറായി പുറത്തെടുക്കുവാൻ പോകുന്നു എന്ന സൂചനകളും ഇപ്പോൾ CPMൻ്റെ അണിയറ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മകളായ വീണ തൈക്കണ്ടിയെ അഥവാ വീണ വിജയനെ മത്സരിപ്പിക്കുവാനുള്ള ആലോചനയിലേക്ക് മുഖ്യമന്ത്രി കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹം മത്സരരംഗത്തു നിന്നും മാറി നിൽക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുവെന്നും തനിക്ക് പകരക്കാരിയായി മകളായ വീണ തൈക്കണ്ടിയെ പാർട്ടിയുടെ ഏതെങ്കിലും ഉരുക്കുകോട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കുവാൻ ആലോചിക്കുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഒരു വ്യാജ വാർത്തയായി ചിന്തിക്കാമെങ്കിലും അതല്ല അതിൻ്റെ വസ്തുത. പിണറായി തൻ്റെ മകളെ ഇത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് കൃത്യമായ ചില കണക്കുകൂട്ടലുകളുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും വീണ വിജയനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലറുമായി ചേർന്ന് നടത്തിയ ഡേറ്റ കച്ചവടത്തിൽ വീണ വിജയന് പങ്കുണ്ടോ എന്ന ആരോപണം ഉന്നയിച്ചത് അന്തരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന PT തോമസും അതുപോലെ തന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ നിരവധി തെളിവുകൾ ലഭ്യമായിരുന്ന വീണയുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഒരു സുപ്രഭാതത്തിൽ ഡൗൺ ആകുകയും പിന്നീട് ഈ നിർണായക വിവരങ്ങളെല്ലാം നീക്കിയതിന് ശേഷം വീണ്ടും അപ്പാക്കുകയും ചെയ്ത സംഭവവും നമുക്ക് മുന്നിലുണ്ട്. അതുപോലെ തന്നെ 2021-26 കാലഘട്ടത്തിലെ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് വീണ വിജയൻ ലക്ഷക്കണക്കിന് രൂപ മാസപ്പടിയായി കരിമണൽ കർത്ത എന്ന വിവാദ വ്യവസായിയുടെ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയതിനുള്ള നിർണായക തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരെ സെമി ജുഡീഷ്യൽ കേന്ദ്ര ഏജൻസിയായ SFI
SFIO പുറപ്പെടുവിച്ച ഉത്തരവും പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിണറായിയുടെയും CPMൻ്റെയും രാഷ്ട്രീയ എതിർപ്പാളയത്തിലുള്ളവർ നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ ഫലമായി കേന്ദ്ര ഏജൻസികൾ, അതായത് EDയും SFIOയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ വീണ വിജയനെതിരെ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ഈ അന്വേഷണങ്ങളെല്ലാം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. പിണറായി വിജയൻ്റെ BJP നേതൃത്വവുമായിട്ടുള്ള അന്തർധാര കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണയ്ക്കെതിരായ കേസുകൾ ലാവ്ലിൻ കേസ് പോലെ തേഞ്ഞു മാഞ്ഞു പോകുന്ന സാഹചര്യം സംജാതമായിട്ടുള്ളത്. എന്നാൽ 2026 നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കേരളത്തിൽ UDF അധികാരത്തിലേക്ക് എത്തിയാൽ തൻ്റെ മകൾക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുമെന്നും മകൾക്കെതിരെ തെളിവുകൾ കണ്ടെത്തുമെന്നും അവരെ വിചാരണയ്ക്കായി കോടതിക്ക് മുമ്പിൽ എത്തിക്കുമെന്നുമുള്ള ഭയം പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്ന ഒരു പരിരക്ഷ അല്ലെങ്കിൽ പ്രിവിലേജ് മകൾക്ക് നേടിക്കൊടുക്കുവാനുള്ള പിണറായിയുടെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരരംഗത്തേക്ക് ഇറക്കുവാൻ മുഖ്യമന്ത്രി ആലോചിക്കുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി UDF സർക്കാർ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് ആക്കം കൂട്ടുവാനും മകളുടെ ജനപ്രാതിനിധ്യം സഹായിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളും പിണറായി വിജയന് ഉണ്ടായേക്കാം. ഏതൊക്കെയാണെങ്കിലും വീണ വിജയൻ കൂടി മത്സരരംഗത്തെത്തുന്നതോടെ പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞാലും പിണറായി കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും പാർട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന് മന്ത്രിസഭയിൽ ഇടം നൽകിയത് കൂടാതെ പാർട്ടിയിലെ സീനിയറായിട്ടുള്ള ഒരുപാട് നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായി ഇടം നേടിക്കൊടുത്തിരുന്നു. ഏറെ താമസിയാതെ തന്നെ മുഹമ്മദ് റിയാസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുവാനുള്ള സാധ്യതകളും CPM വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ഘട്ടത്തിൽ മകളെ പാർട്ടിയുടെ MLAയും മരുമകനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആക്കി കഴിഞ്ഞാൽ പിണറായി വിജയന് സ്വസ്ഥമായി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാവുന്ന ഒരു സാഹചര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൻ്റെ കുടുംബത്തിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താവുന്ന ഒരു സാഹചര്യവും സംജാതമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ CPMൻ്റേതായി പുറത്തു വരുന്ന സ്ഥാനാർത്ഥി സാധ്യതകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് നിർത്തിയിരിക്കുന്ന ഒരുപാട് പ്രമുഖ നേതാക്കളുടെ പേരുകളും പിണറായി വിജയൻ്റെ ഇത്തരം താല്പര്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതാണ്. CPMലെ അണികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള കേരളത്തിലെ യുവസമൂഹം എത്രമാത്രം ട്രോളിയാലും വളരെ കാമ്പുള്ള വ്യക്തിത്വമെന്ന് തിരിച്ചറിയുന്ന M സ്വരാജിനെ പോലുള്ളവർക്കും, അതുപോലെ തന്നെ പാർട്ടിയുടെ മുസ്ലിം ന്യൂനപക്ഷ മുഖമായ കണ്ണൂരിലെ പ്രമുഖ നേതാവ് AM ഷംസീർ, അതായത് ഇപ്പോൾ അദ്ദേഹം സ്പീക്കറാണ്, അദ്ദേഹത്തിനും നിയമസഭയിൽ ടിക്കറ്റ് നിഷേധിക്കുന്നതും പിണറായിയുടെ ഈ കണക്കൂട്ടലുടെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നുള്ള വിലയിരുത്തലുകളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാകുന്നു. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും ഇതുപോലെ ഏകാധിപത്യ മനോഭാവത്തോടുകൂടി പാർട്ടിക്കുള്ളിൽ പിടിമുറക്കിയ മറ്റൊരു നേതാവ് പിണറായി അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. ഇത്തരം ഏകാധിപത്യ ശൈലി ഇപ്പോൾ കുടുംബാധിപത്യത്തിന് വഴിമാറുമ്പോൾ CPMൻ്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്ര ചട്ടക്കൂടുകളെ തച്ചുടച്ചുകൊണ്ട് ബൂർഷ്വാ പാർട്ടികളുടെ അല്ലെങ്കിൽ CPM ബൂർഷ്വാ പാർട്ടികളിൽ നിന്ന് ആരോപിക്കപ്പെടുന്ന മറ്റു പാർട്ടികളുടെ ശൈലിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആ പാർട്ടിയുടെയും പോക്ക് എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.